ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പുറത്തോട്ട് പോകാൻ പോകാൻ കേട്ടോ. പുറത്തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാനൊന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഞാൻ എന്തുമ്മ അതെ, നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. പുറത്തോട്ട് അങ്ങനെ കാര്യമായിട്ട് പോലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ചക്കര ഇങ്ങനെ പറയുന്നുണ്ട് കാക്ക നമുക്ക് എങ്ങനെയും പോകാമെന്ന്. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ചക്കാര് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ പെട്ടുപോയി ഞാൻ. അപ്പോൾ ഇന്ന് തിരക്കുകളും ബാക്കി സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വാപ്പതേ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞാനും ഉമ്മായി ചക്കരയിൽ ഇറങ്ങുകയാണ്. മോളും ഉമ്മയുടെ കയ്യിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഡോറൊക്കെ പൂട്ടി അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുട്ടീൻ്റെ സാധന ജംഗമ വസ്തുക്കളാണ് കേട്ടോ. പേഴ്സ് ഇവിടെ ഉണ്ട്. ഇത് കുട്ടീനെ കളിപ്പിക്കാനുള്ള സാധനങ്ങളാണ്. കുട്ടി കരയുമ്പോൾ അതിൻ്റെ കരച്ചിലായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? പമ്പരം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കുട്ടിയുടെ ടവല്, സ്പൂണ്, പിന്നെ അതിന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ കുട്ടിയില്ലേ? ഓക്കെ, എന്നാൽ പോയി ഇറങ്ങിയാലോ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകണം എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങോട്ടാണ് നമ്മൾ പോകണത് ഉമ്മ? അതെ, നമ്മൾ പോണത് ഒരുപാട് ദൂരത്തൊന്നുമല്ല. കാരണം മോളുള്ളതുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ സ്റ്റേ അടിക്കലോ കാര്യങ്ങളോ നടക്കില്ല. കാരണം ഇവൾക്ക് തൊട്ടിൽ കിടന്നാൽ തന്നെ ഉറക്കം വരുള്ളൂ. അത് കാരണം കൊണ്ട് നമ്മൾ സ്റ്റേ അടിക്കാനുള്ള രീതിക്കൊന്നല്ല പോണത്. നമ്മൾ പുതിയ സമയം ഉച്ചയ്ക്കൊരു 1 മണി 1:45 അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം തിരിച്ചെത്താൻ പറ്റുന്ന രീതിക്ക് നമ്മൾ തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് നമ്മൾ പോണ വഴിയെ പോയിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് മുന്നേ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഉമ്മ മുന്നിൽ കയറിക്കോളി. നിങ്ങൾ കപ്പിൾസ് മുന്നിലിരുന്ന് യാത്ര ആസ്വദിക്കൂ. നമ്മൾ കപ്പിൾസ് ബേക്കിൽ നിന്ന് യാത്ര ആസ്വദിക്കാം. കയറിയോ? ഓക്കെ. എന്ത് സീറ്റ് ബെൽറ്റ് കുഴപ്പമില്ല. സീറ്റ് ബെൽറ്റ് ഇടണം. പക്ഷേ കുട്ടികളോടൊപ്പം എന്താ ചെയ്യുക? ഇടാൻ പറ്റുമോ? ഞാൻ ഇരിക്കണോ? എന്നാൽ കുട്ടീനെ ചക്കരനെ എടുത്തോ. കാരണം സീറ്റ് ബെൽറ്റ് നിർബന്ധമാണല്ലോ. അതെ, അവർ കപ്പിൾസ് അവരങ്ങനെ മുന്നിലിരുന്നോട്ടെ, നമുക്ക് വേക്കിരിക്കാം. എന്താണ്? അല്ല, ചക്കര എടുക്കും പാപ്പ, ചക്കര എടുക്കും കുട്ടീനെ. എടുത്തോ ചക്കര, കുട്ടീനെ എടുത്തോ. ഇട്ടോ? ഓക്കെ, നോക്കട്ടെ. ഇട്ടിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. ഉണന്നോള്. ഓക്കെ, എന്നാ നമുക്ക് പോവല്ലേ? കേറിക്കോളൂ ചക്കരെ. അത് ഞാൻ കയറിക്കോളാം. ഞാൻ ഈ സൈഡിൽ ഇരുന്നോളാം. നീ എൻ്റെ ഉള്ളിലോട്ട് പോയിക്കോ. ഇല്ല, കുഴപ്പമില്ല, കയറാൻ കഴിയും. യെസ്, അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. പേഴ്സ് എവിടെ? ഓക്കെ, എന്നാ പോയാലോ നമുക്ക്. ഓക്കെ, നമുക്ക് പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. 1:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ആവത്തുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ വന്ന് കാണത്തുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? യെസ്, ജില്ല തിരിച്ചുള്ള മഴയാണ്. കുറേ ആൾക്കാർ ചോദിച്ചു നമ്മളെ വീട് ശരിക്കും എവിടെയാണെന്ന്. നമ്മളെ വീട് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ബോർഡറാണെന്ന് അല്ലേ അമ്മ? നമ്മളെ വീട് ഇരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. പക്ഷെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും കൊല്ലം ജില്ലയിലാണ്. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബോർഡർ എവിടെയാണെന്ന് കാണിച്ചു തരാം. ചക്കരക്ക് അറിയാം ബോർഡർ എവിടെയാണെന്ന്? 2 കിലോമീറ്റർ തിരുവനന്തപുരം ജില്ലയില്ലേ? അപ്പൊ ഞാൻ ആ ബോർഡർ അതെ, തൊലിക്കുഴി എത്തണ്ട, അതിനിപ്പുറം. അതായത് ബസ് ഇതാ പോണില്ലേ? ആ ബസ് നിർത്തിക്കുന്ന സ്ഥലം കണ്ടോ? അതെ, ജില്ലാ ബോർഡറിലാണ്. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ട്. അതായത് ഈ ബസ് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും ആ ബസ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇതാണ് ബോർഡർ. നമ്മളിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഏതാണ്? തൂതപാല അവിടെ തൊട്ട മലപ്പുറം ജില്ല. ഇപ്പുറത്തെത്തുമ്പോ പാലക്കാട് ജില്ലയായി.
എന്നതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഇതൊക്കെ ഫുള്ള് ക്യാമറ ഉണ്ട്, ഇവിടെ ക്യാമറയൊന്നുമില്ല. അവിടെ ജില്ലാ ബോർഡറിൽ ക്യാമറ ഉണ്ടാവും, പക്ഷെ ക്യാമറ ഒന്നും ഇല്ല. അതെ, മെയിൻ റോഡാണ്. ഓക്കെ, നല്ല മഴയാണ് കേട്ടോ, നല്ല അടിപൊളി മഴയാണ്. എന്താ പരിപാടി അവിടെ രണ്ടാളും? ലനമോള് എവിടെ പോണത് നമ്മള്? ലനമോള് എവിടെ പോണത് നമ്മള്? അങ്ങനെ ആദ്യമായി അതെ, ഇന്നലെ നമ്മള് പുറത്ത് പോയെന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റ് ഉമ്മ ഇപ്പോൾ കഴിച്ചുകൊണ്ട് നിൽക്കണതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഉമ്മ ഫുഡ്? അടിപൊളി. ഊണ് മീൻ പൊരിച്ചൊക്കെ കഴിച്ചു. ചക്കരെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? അടിപൊളിയായി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പോൾ കഴിക്കും, സാധനം കഴിച്ചാൽ മതി. എവിടെ ഇരിക്കുന്നത്? തൊള്ളയിൽ എപ്പോഴും വിരലുണ്ടാവും, എൻ്റെ കുട്ടിയുടെ എപ്പോഴും ഒരു വിരലുണ്ടാവും. ഈമൊന്നുമില്ല, കടിക്കാണ്. എന്താണ്? എവിടെ പോണത്? എവിടെ പോണത്? നമ്മളെവിടെ പോണത്? ഫോണിൽ തന്നെ നോക്കാനോ? എങ്ങോട്ടൊക്കെ കൊണ്ടുപോണത് കുട്ടീന്? എവിടെ കൊണ്ടുപോണത് കുട്ടീന്? അങ്ങനെ മുന്നത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മോള് ഉമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടും ആൾക്ക് ചെറിയ കരച്ചിൽ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ വണ്ടിയിലെ ഡിസ്പ്ലേയിൽ കാത്തുപാട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കുകയാണ്, കാരണം അത് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ പാട്ട് ആഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സ്ക്രീന് വണ്ടിയിൽ സെറ്റ് ചെയ്തത്. കാരണം നമുക്ക് യൂട്യൂബും അതേപോലെ തന്നെ വീഡിയോസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ കരയുമ്പോഴും പിന്നീട് നിർബന്ധം പിടിക്കുമ്പോഴൊക്കെ കാർട്ടൂൺ വെച്ചെടുത്താൽ അവരത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കും. ഈ അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ആക്കുളം പിന്നെ ടൂറിസ്റ്റ് വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടവഞ്ചി ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ സോർബിംഗ് ബാൾ ഉണ്ട്, പെഡൽ ബോട്ട്, അങ്ങനെ സെറ്റപ്പുകളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ആദ്യമായിട്ടാണ് വേറൊരു സംഭവം വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ കയറാനായിട്ട് വന്നത്. അതായത് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഈ എൻ്റെ ബാക്കിലാണ്. നമ്മളെന്തായാലും കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി പരിപാടികളൊക്കെ കാണാം അല്ലേ ചക്കരെ? കുട്ടവഞ്ചി ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. കണ്ടോ, ഇതാണ് സ്ഥലം. ഇവിടെ ഇങ്ങനെ ചവിട്ടാം. ചക്കരെ ഓട്ടിക്കണ ബോട്ട് ഓട്ടിക്കോ? ഓടിക്കുന്നില്ല? ഓക്കെ യെസ്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അതുവരെ ഉണ്ട്. കണ്ടോ, അതുമല്ല അതിനപ്പുറം ഉണ്ട്. ഐ ലവ് ട്രിവാൻഡ്രം എന്നൊക്കെ എഴുതി വെച്ചേക്കണൊക്കെ. നമുക്ക് എന്നാൽ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയാലോ? എന്നാ വരി, നടക്കി ഞാനമോളെന്നാ ഉണന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ്. എവിടെ വന്നത്? കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ ഇതേ ഈ ട്രെയിനിലൊക്കെ കയറി പോകായിരുന്നു. അതാ ട്രെയിൻ നോക്കി കുട്ടികളുടെ കുട്ടികൾ കളിക്കാനുണ്ട് ഒരുപാട്. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. ഏത്? അല്ലാതെ കമ്പി ഫില്ലർ ചെയ്ത് നിർത്തിയിട്ട് അതിലാണ് സെറ്റ് ചെയ്തേക്കണത് ഗൈസ്. കൊള്ളാം, അടിപൊളി. നമുക്ക് അല്ലെങ്കിൽ കയറാനും മുന്നേ നമുക്ക് ഇവിടെ എന്താണ് കൊക്കരിക്കണത്? ഉച്ചയ്ക്ക് ചിക്കൻ ഒന്നുമില്ലല്ലോ, ഊണല്ലേ കഴിച്ചത്? എന്താ കോഴി പോകുന്ന കോണ്? എവിടെ? അതാമ കണ്ടോ? എന്താ സക്കരെ കൊക്കരിക്കണത്? ആമേനെ കണ്ടോ? അതാണ്. ഇതിപ്പോ ചക്കര പാല് കൊടുത്തപ്പോ ചക്കരക്ക് ഇക്കിള് കിട്ടണത്. ഓക്കെ, വരി നടക്കി. അപ്പോൾ അവിടെ കാണുന്നതാണ് കേട്ടോ എയർഫോഴ്സ് മ്യൂസിയം. കണ്ടില്ലേ? അതിനുള്ളിലൊക്കെ വേറെ ടിക്കറ്റാണ്. വേറെ ടിക്കറ്റാണ്. അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ വേറെ ടിക്കറ്റാണ്. ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അഡൽസിന് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ആൾക്ക് 120 രൂപയാണ് ടിക്കറ്റ്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാത്തുവിന് ടിക്കറ്റ് ഇല്ല. കുഞ്ഞിപ്പാത്തുവിന് ഫ്രീ ആണ് ഇതിനുള്ളിൽ കയറാൻ കേട്ടോ. കുഞ്ഞിപ്പാത്തുവിന് ഫ്രീ ആണ്. ബാക്കിയുള്ള കയറുന്നതിനൊക്കെ പൈസ കൊടുക്കണം. ഇതിനകത്തൊക്കെ കയറുന്നതിന് നമ്മൾ ഈ 40 രൂപയിൽ പെടും.
ബാക്കി ഗ്ലാസ് ബ്രിഡ്ജ് അതേപോലെ എയർഫോഴ്സ് മ്യൂസിയം അതിലൊക്കെ ആണെങ്കിൽ പ്രത്യേക പൈസയാണ്. എയർഫോഴ്സ് മ്യൂസിയത്തിൽ കയറുന്ന എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 60, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്ന ഒരാൾക്ക് 200 250 അങ്ങനെ എത്രയോ ആണ്, 200 എനിക്ക് തോന്നുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ അടുത്താണ് കേട്ടോ ഓപ്പൺ ആയത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ ഇല്ലേ ഓപ്പൺ ആയിട്ട്. മന്ത്രിയൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഏകദേശം 2 ആഴ്ച ആവണല്ലോ. ഒക്ടോബർ 22 20 അങ്ങനെ എത്രയാണ് പിന്നെ ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണെന്ന് തോന്നുന്നു മുകളിൽ കയറാനുള്ളത്. ഇതുവഴിയാണ് കയറാനുള്ളത്. നോക്കി ഇറക്കി. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയാലോ എന്നാൽ. ടിക്കറ്റ് എനിക്കൊന്ന് മുകളിലാണ്. അതെ, മുകളിലാണ്. ഒരുപാട് പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇതാ കണ്ടു, ഇതൊക്കെ ഉണ്ട്. ഉള്ളിൽ എന്തോ 12D തിയേറ്റർ ഉണ്ട്. പിന്നെ കാർ റേസിംഗ് ഗെയിം, ബാസ്കറ്റ് ബോൾ, VR ഗെയിം, റോബോട്ടിക് ഫുൾ ബോഡി മസാജിങ് ചെയർ, ബാക്കി ഗെയിംസുകൾ, ഹിറ്റ് ദ ഫ്രോഗ്, ബൈക്ക് റേസിംഗ് ഗെയിം, ഇൻഡോർ ക്രിക്കറ്റ്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാം. എന്തോ അപ്പം എന്ത് കൊടുക്കാനായോ ഫീഡ് ചെയ്യാനായോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാൽ മുകളോട്ട് നടന്നാലും നമുക്ക് അവിടെ വന്നോ ഫോട്ടോ എടുത്തരാം. ചിറകുള്ള ചക്കരീനെ ഫോട്ടോ എടുത്തരാം. അവിടെ നിന്നറി വേണ്ട, കിടങ്ങി നിന്നോ ഫോട്ടോ എടുത്തരാം. അപ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ശാന്ത സുന്ദരമായി. എനിക്കൊന്ന് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവും തിരക്കില്ലാത്തത്. ശനിയും ഞായറും വീക്കെൻഡൊക്കെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. വാപ്പ സൈക്കിളോട്ടം കയറി കേട്ടോ. വാപ്പ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തിലാണ് വാപ്പ എപ്പോഴും. എക്സസൈസ് ഇങ്ങനെ കയറണേ കയറിക്കോ. ഇങ്ങനെയൊക്കെയാണ് ലൈഫ് ആസ്വദിക്കാനുള്ളത്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കയ്യും കിട്ടിയുടെ നിന്നോ ചക്കരെ. വാപ്പ ഉണ്ടോ? അപ്പൊ അതിൽ കയറണ കറക്കിൽ കയറണ. അവിടെ പെയിന്റിങ് കിടക്കണം, അതുകൊണ്ട് കയറണില്ലാന്ന്. അതൊക്കെ എക്സസൈസ് ചെയ്യണതാണ്. അതിലാണ് ചില അമ്മമാര് കയറി കാണുന്നത്. അത് കയറണപ്പാ എക്സർസൈസ് ആണല്ലോ. കയറി വെക്കണേ. കയറട്ടെ വാപ്പ കയറട്ടെ. വാപ്പ കയറിക്കോട്ടെ. ബഹുമാനപ്പെട്ട സദർ ഉസ്താദ് അന്തംഗമ്മിയായി വടക്കി വീഴണ്ടോ. സദർ ഉസ്താദ് അന്തംഗമ്മി ആവണ്ടോ അപ്പ. ഇതേപോലെ ഒരെണ്ണം വീട്ടിൽ ചെയ്യാൻ കേസ് നമുക്ക്. അതാണ് അന്നെ കേറുണ്ടോ? എണ്ണ കഴിക്കോ? മോളെ പപ്പ എവിടെ? പപ്പ അതാ ബേക്കിൽ. പപ്പ അതാ ബേക്കിൽ നിന്നിട്ട് ഇറങ്ങാ ഫയർഫോഴ്സിനെ വിളിക്കൊണ്ട് വരാം. റബ്ബേ, എക്സസൈസ് ആണല്ലേ. ഇതേ സാധനങ്ങൾ തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് എക്സസൈസ് ചെയ്ത് പോവാം ഗൈസ്. 1000 രൂപ എണ്ണ അടിക്കണം ഇവിടെ വരണമെങ്കിൽ. നീ പോരെ, നിനക്ക് വെള്ളം വാങ്ങിയത് ഈ കാറിലുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് കോഴി കൂണമായിരിക്കും. വെള്ളം മേടിച്ചില്ല. ഫ്രൂട്ടി വേണോ? എന്നാ ഫ്രൂട്ടി. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി സ്റ്റെപ്പുകളൊക്കെ കയറി ടോപ്പിലെത്തിയിട്ടുണ്ടല്ലേ. എനിക്കൊന്ന് ഇവിടെയാണെന്ന് തോന്നുന്നു എൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ചോദിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് കയറാം. എന്ത് അല്ല, ഇവിടെ കൂടെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലും കയറുന്നത്. അതാ ഇവിടെ കൂടെ തന്നെയാണ്. അവിടെ ആയിരിക്കും, ചോദിച്ചു നോക്കാം അവിടെ. അപ്പോൾ ഇവിടെ മുകളിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെയാണ് 12D, പിന്നെ സിനിമ തിയേറ്റർ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വേറൊരു പ്ലേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് റേഞ്ച് ആർച്ചർ, നമ്മൾ മറ്റേ തോക്കൊണ്ട് ബലൂണ് വെടിവെച്ച് പൊട്ടിക്കണമെന്ന്, പിന്നെ അമ്പ് ചെയ്തിട്ട് പിന്നെ സമ്മാനം കിട്ടുന്ന സെറ്റപ്പൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ട്. ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരു പിരമിഡ് ഷേപ്പിൽ എന്തോ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ സിപ്പ് ലൈനോ അപ്പോൾ? ഇത് സിപ്പ് ലൈനാണ് കേട്ടോ സംഭവം. സിപ്പ് ലൈനാണ്. അപ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കും. പിന്നെ അവിടെയും വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ടയറിൽ കൂടി നടന്നു പോണത്. പിന്നെ എന്താണ് ആകാശ ഊഞ്ഞാലല്ലോ എന്താ പറയണത് അതിന്, മറ്റേ നമ്മുടെ ഇങ്ങനെ ബേക്കിലേക്ക് വലിച്ചിട്ട് വിടുന്ന സെറ്റപ്പില്ലേ, ആ ഊഞ്ഞാൽ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും അടിപൊളി. നമുക്കേതായാലും ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇതിലേക്ക് കയറാം. അപ്പോൾ 200 ആണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് റേറ്റ് വന്നിട്ട്. കുട്ടികൾക്ക് 150, മുതിർന്നവർക്ക് 200 ആണ്. അപ്പോൾ 4 പേർക്ക് 800 റേറ്റ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ വേറെ ആക്ടിവിറ്റീസ്
ബാംബൂ ലാഡർ, എക്സ് വാക്ക്, പിന്നെ ടയർ സിങ്, എർത്ത് കേക്ക്, ചാമിലോൺ വാക്ക്, സ്കൈ സൈക്കിള്, സിപ്പ് ലൈൻ, ബർമ ബ്രിഡ്ജ്, മൾട്ടിവൈൻ വാക്ക്, ട്രീ സർഫിങ്, എർത്ത് കേക്ക്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, നമുക്ക് നേരെ ടിക്കറ്റ് കൊണ്ട് അതിനുള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചെരുപ്പുകൾ ഇവിടെ പിന്നെ ഊരിയിട്ടിട്ടാണ് കയറാനുള്ളത്. അപ്പോൾ ഇവിടെ മാറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അല്ല ചക്കരെ, നിങ്ങളുടെ നാട്ടിൽ അവിടെ പിന്നെ മിനി ഊട്ടിയിലല്ലേ ഉള്ളത്? അല്ലേ, മിനി ഊട്ടിയിലല്ലേ ഏറ്റവും വലുത് മിനി ഊട്ടിയിലാണ്. അപ്പോൾ ഇത് അത്ര വലുതല്ലെങ്കിൽ കൂടിയും നമ്മളെ നാട്ടിൽ ഒരെണ്ണമുള്ളത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുകയാണ്. ഉയരം പേടിയുള്ളവർ കയറാൻ പാടില്ല. നല്ല കട്ടിയുള്ള ഗ്ലാസ്സൊക്കെ തന്നെയാണ്. സെൻറ്റർ കൂടി നടന്നാൽ മതി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ, അടിപൊളി അടിപൊളി അടിപൊളി. കണ്ടോ, താഴോട്ട് നോക്കിയാൽ പേടിയാവും. അതെ, നേരെ നോക്കിയാൽ മതി. എന്ത് പേടിയാവുന്ന ഉമ്മാക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി തല ഇറങ്ങുന്നുണ്ട്. പേടിക്കണ്ടാ? എടുക്കണോ? കുട്ടീനെ എടുക്കണോ? അടിപൊളി അടിപൊളി അടിപൊളി. ഒരു പേടിയുണ്ടല്ലേ? അതവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഉയരം പേടിയുള്ള ആൾക്കാർ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളും പേടിക്കാനൊന്നുമില്ല. അടിപൊളിയാണ്. എടുത്ത് ചക്കര എടുത്തു, കുട്ടീനെ എടുത്തത്. കുലുങ്ങുന്നുണ്ടോ റബ്ബേ? ഗ്ലാസ് കുലുങ്ങുന്നുണ്ടോ? ഓ, എവിടെ ഉള്ളത്? അപ്പോൾ ബിൽഡിങ്ങൾ ട്രിവാൻഡ്രത്തെ ആ സൈഡിലെ ബിൽഡിങ്ങളൊക്കെ കാണാൻ കേട്ടോ. ഏതമ്മ? ആ കാണുന്നതാണ് ആക്കുളം കായൽ കേട്ടോ. അതാണ് ആക്കുളം കായൽ. നമ്മൾ നേരത്തെ കണ്ട എയർഫോഴ്സ് മ്യൂസിയം അതാ, കണ്ടില്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും എൻഡിലാണ് കേട്ടോ. ഏറ്റവും എൻഡ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിനും ഒന്ന് കണ്ണുപിടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം ഒക്കെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. വെള്ളം ഇപ്പോൾ ഇല്ല, വെള്ളം പിന്നെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂള് അല്ലേ. അപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളി ഒരു പ്ലേസ് തന്നെയാണിത്. ഉണ്ടോ ഇത്ര നീളത്തിന്? എന്തുമാ? ഇല്ലല്ല, പൂളിൽ വെള്ളമില്ല. കണ്ടോ, സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? എന്നാൽ നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു സെറ്റപ്പ് വന്നാൽ ഇത് ആദ്യം നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ നമ്മളല്ലേ വരേണ്ടുള്ളത് അല്ലേ? കാരണം ഇതൊക്കെ കാണാൻ ഇത്രയെങ്കിലും ആൾക്കാർ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നിട്ട് നമ്മളിത് വന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? ശരിയല്ലേ? അതെ 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 അതെ. വടക്കോട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പിന്നെ ഇതിലും വലിയ മിനി ഊട്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിട്ടുള്ളവരാവും. ഇനിയിപ്പോൾ ഇല്ല. അപ്പോൾ വാഗമണേ ഉള്ളൂ. അതെ, ഒന്ന് സെൻറ്ററിലേക്ക് കയറാൻ പറ്റില്ല. നമ്മളൊന്ന് വാഗമണിൽ പോയപ്പോൾ അന്ന് മഴ കാരണം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് നോക്കിയാൽ വാഗമണുണ്ട്, വടക്കോട്ടാണെങ്കിൽ മിനി ഊട്ടി ഉണ്ട്, ഇനിയിപ്പോൾ തെക്കോട്ടാണെങ്കിൽ ഗൈസ് തിരുവനന്തപുരത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആക്കുളം വില്ലേജ് പാർക്കിൽ വന്നാൽ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സെറ്റപ്പും ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട പിരമിഡിൻ്റെ ആ ഒരു സംഭവമില്ലേ, അത് ഇതാണ് കേട്ടോ. ചെറിയ ഡാം പോലത്തെ സെറ്റപ്പാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം താഴേക്ക് പറഞ്ഞ സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടാണ് സംഭവം. ഇതാണ് സംഭവം. നേരെ താഴോട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു ചെറിയൊരു ഒരു പേടി ഒന്നുമില്ല. അതാ നോക്ക് നേരെ താഴോട്ട് നോക്കിയാൽ ഈ വെള്ളത്തിന്റെ മുകളിൽ എത്തിയിട്ടില്ലേ? നേരെ താഴെ വെള്ളം. നമ്മൾ നേരത്തെ കണ്ട കുട്ടവഞ്ച കഥ അതാ. എത്രയോ ഉയരത്തിലാണ്, എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത്. അമ്മ കേസ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അമ്മ ഇങ്ങനെ പേടിച്ച് തറാവ് ഇങ്ങനെ പേടിച്ചിട്ട് അമ്മ നടക്കണത്. ഇപ്പൊ പേടി പോയാ? പേടി മാറി? കയറിയപ്പോൾ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ആളില്ല, ആൾത്തിരക്കില്ല. ഒരേ സമയം 20 പേർക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. അതാണ് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എഡ്ജിലൊന്നും വല്ലാതെ പോകരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ അവിടെയൊക്കെ പോകാൻ പ്രശ്നമില്ല, വല്ലാതെ അങ്ങോട്ട് ഒരുപാട്. ലൈറ്റ് രാത്രിയാകുമ്പോൾ എനിക്കോണം ഒന്നുകൂടി ആ ലൈറ്റ്, ആ ഫ്രെയിമൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കും എനിക്ക് തോന്നുന്നു. ഗേസ് ഇവിടെ നിന്നിട്ടോ ചക്കര പറഞ്ഞത് നോക്കിയൊക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തല ഇറങ്ങുന്നതാണ് അറിയണത്. ഇറങ്ങുന്നുണ്ടോ?
പ്രശ്നമുണ്ടോ? അല്ല നമ്മളിങ്ങനെ നോക്കുമ്പോ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഇല്ല. ആ എന്നാലും ചെറിയൊരു പേടി അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ വെള്ളം കാണുമ്പോഴാണ് പേടിയെന്ന് അറിഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, എല്ലാം നടക്കാണ്. എന്താ പിച്ച വെച്ച് നടക്കണത്? എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ്? അടിപൊളിയായില്ലേ? ഇരിക്കേ. ആ മെല്ലെ ഇരുന്നോ, പാത്തിരുന്നോ? വേണ്ട, കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കണോ സംഭവം? സംഭവമൊക്കെ സ്ട്രോങ് ആണ്. ചെറിഞ്ഞിട്ടിരിക്കണം. എന്നാ ഞാൻ ഇരുന്നോക്കട്ടെ. ഞാൻ ഇരുന്നോക്കട്ടെ. കുഴപ്പമില്ല, മാറിക്കോ. ലനമോളെ, ലനമോളെ, വേണ്ട, റിസ്ക് എടുക്കില്ല ഞാനും. അവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. വരണോ അങ്ങോട്ട്? വാ വാ. അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഗെയിം സോൺ. അതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട കാർ റേസിങ്, ബൈക്ക് റേസിങ്, പിന്നെ VR ഗെയിമിൻ്റെ സെറ്റപ്പ്, അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഇത് സംഭവം നേരത്തെ കണ്ട സിപ്പ് ലൈൻ അല്ല കേട്ടോ, ഇത് സൈക്കിളാണ്. ഇതാണ്ടില്ല അതിൻ്റെ മുകളിൽ സൈക്കിൾ ഇരിക്കണുണ്ടോ നിങ്ങൾ? സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ റോപ്പ് സൈക്കിൾ സെറ്റപ്പാണ്. ഇങ്ങനെ ചവിട്ടിയിട്ട് റോപ്പ് കൂടി നേരെ അതുവരെ ചവിട്ടാൻ പറ്റും. അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങനെ. അതായത് ഇതൊക്കെ നമ്മളെ മിനിയൂട്ടിലുള്ള സംഭവമല്ലേടി. അതേപോലെ തന്നെ അഡ്വഞ്ചർ സെറ്റപ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കുട്ടികൾ മറ്റേ ചാടിക്കളിക്കുന്ന ബലൂണിൻ്റെ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞത് ടയറിൽ കൂടെ ഇങ്ങനെ നടക്കണത് കണ്ടോ. അതേ ടയറിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങനെ അപ്പുറത്ത് പോകണം. എന്ത് ചൂടെടുത്തിട്ടാണല്ലേ? നമുക്ക് പോവാം. അങ്ങനെ ഏതായാലും നമ്മൾ വന്നു. നല്ല സെറ്റപ്പൊക്കെ ഉണ്ടോ. ഇതാണ് 12D തിയേറ്റർ. കുട്ടീനെ കൊണ്ട് കയറിൽ കിടക്കൂല ഗൈസ്. അങ്ങനെ സമയം ഏകദേശം 4:30 മണിയായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്നൊക്കെ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഉള്ള സെറ്റപ്പ് ഫിഷ് സ്പാ തെറാപ്പി. ഇതിങ്ങനെ മീനുള്ള ചെറിയൊരു ഗ്ലാസ് കുളം കണ്ടില്ലേ, അതിലിങ്ങനെ കാലിട്ടിരിക്കുകയാണ്. അത് ശരി. അല്ല, വിൽപ്പന മാത്രമല്ല, അതാ ഫിഷ് തെറാപ്പിയാണ്. ഇതേപോലെ കാലിട്ടിരുന്നാൽ മസാജ് ചെയ്യും. മീനുകൾ വന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. അല്ല, മേടിക്കാനുള്ളതും ഉണ്ട് ഇവിടെ. ഫിഷ് സ്പായാണ് സെറ്റപ്പ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ്? അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയാണ്. ഓക്കെ, ഇതാണ് സെറ്റപ്പ് കണ്ടോ. ഇതേപോലെ കാലിട്ട് ഇങ്ങനെ ഇരുന്നാൽ മീനുകളൊന്ന് മസാജ് ചെയ്യും കണ്ടോ. ഫിഷ് പിടിക്കറാണ്. ഉദ്ഘാടന സമയത്ത് ഇട്ടതാണെന്ന് തോന്നുന്നു പൂക്കളൊക്കെ. ഇവിടെ നോക്കി വയ്ക്കുകയാണ്. കിഡ്സ് ഓൺലി എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു പോത്ത് കാണിക്കണതായ വേലകള്. ഇത് കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ് ചക്കരെ. ഇതൊരു പണി ചെയ്താൽ മതി. കുട്ടിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, എൻ്റെ ഹാജറമ്മക്ക് ഈ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. നീ കുട്ടിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയാണ്, നിൻ്റെ അമ്മക്ക് നീ കുട്ടി തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. എന്നെഴുതിയിട്ട് ഇതിലൊന്നും കയറാൻ നിൽക്കണ്ട. അവരിപ്പോൾ നമ്മളത് നാട്ടിൽ പുറത്താക്കും. ഓക്കെ, ഏത് ആരെ ഞാൻ കളിയാക്കിയിട്ടില്ല. ഒരു കുട്ടീൻ്റെ അമ്മയാണ് നീ. അപ്പം നീ കുട്ടിയല്ല. ഒരു കല്യാണം കഴിഞ്ഞ 6 മാസമായിട്ട് കുട്ടി ഉണ്ടായി. അത് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കുട്ടി തന്നെയാണ്. അത് ശരി. എന്നാ പിന്നെ ഒന്നും പറയാനില്ല ഗൈസ്. പിന്നെ അടിക്കോ കണ്ടിന്യൂ. 21 വയസ്സുള്ളൂ. അതിന് 2 മാറ്റിയാലും 1 വയസ്സ്, 1 മാറ്റിയാലും 2 വയസ്സ്. നല്ല ബുദ്ധിയാ അത് സംഭവം. എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയപ്പോഴേ നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിൽ കൊണ്ടുതന്നെ വന്ന പ്രശ്നമാണ് ഇപ്പോൾ ഈ പറയണത്. അത് ശരിയാക്കാം, നമുക്ക് ഗുളിക മേടിക്കാം പുറത്തുനിന്ന്. ഓക്കെ, വെറുതെ തമാശക്ക് പറഞ്ഞേനെ കേട്ടോ. അപ്പോൾ അവിടെ 2 കപ്പിൾസ് അവരെങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതേ ഇത് എവിടെ ഊഞ്ഞാലുണ്ട് ചക്കരെ? ഇങ്ങോട്ട് വരെ. ഇവിടുത്തെ ഊഞ്ഞാലുണ്ട്. ഇവിടെ നല്ല ഊഞ്ഞാലുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ ഇപ്പോൾ, ചെറിയ തണുത്ത കാറ്റ്. അതെ, വൃക്ഷങ്ങളുള്ളതുകൊണ്ട്, മരങ്ങളും മുളകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സമാധാന അന്തരീക്ഷമാണ് ഗൈസ്. അടിപൊളി. കുട്ടികളൊക്കെ അതാ ഇല്ലേ, കുട്ടികളെ കളിക്കണമൊക്കെ കണ്ടോ. അടുത്തുള്ളവർക്ക് കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരം പോക്കിന് അടിപൊളിയാണ്. അപ്പോൾ നമ്മളെന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങല്ലേ ചക്കരെ? ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാലും ഇത് ഒരു അലേഹാൻ്റെ ഒക്കെ പ്രായമൊക്കെ എത്തിയിരുന്നെങ്കിലേ, അതാ ചെറിയ കുട്ടികൾ കളിക്കുന്നത്. അതേപോലെ അലേഹാൻ്റെ ഒക്കെ പ്രായത്തിയാലും മതി. ആളിന്ന് അവിടെ ഓടിച്ചാടി കളിച്ചേനെ. എന്നാൽ അലേഹാനെ കൊണ്ടുവന്നാൽ നല്ല രസം ഉണ്ടാവും ഇവിടെ.
പിന്നാലെ ഓടായിരുന്നു അല്ലേ? ഇവിടെ പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ചാടൊന്നും പേടിക്കണ്ട, ചുറ്റോടുക്കുന്നത് വേലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ ഇനി നമ്മൾ അടുത്ത പോണ ഇവിടെ നിന്ന് അറിയോ? അടുത്ത പോണത് നിങ്ങൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ജീവിച്ചിരിക്കുന്നതും മരിച്ചു പോയതുമായിട്ടുള്ള കുറച്ച് സെലിബ്രിറ്റികളെ നമ്മൾ കാണാൻ പോവാണ്. ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായിട്ടുള്ള കുറച്ച് സെലിബ്രിറ്റീസിനെ നമ്മളിന്ന് കാണാൻ പോവാണ്. കാണാൻ പോയാലോ എന്നാല്? ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ എന്തായാലും അത് എങ്ങോട്ടാണെന്നുള്ളതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.